പ്രിയമുള്ള ആരാധനയിൽ കൂടി ആശ്വാസം പ്രാപിക്കാനാണ് പള്ളികളിലും അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും ഇല്ല ഞായറാഴ്ച കടവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടവക്കാരെയും വിശ്വാസികളെയും സംഘടിപ്പിച്ച് ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇതിനു വേണ്ടിയാണ് 7 ദിവസം. അതെ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി 6 ദിവസം ജോലിയും കഴിഞ്ഞ് 7ാമത്തെ ദിവസം ഒത്തായിരിക്കുന്ന ഒരു ദിനമാണ് ഞായറാഴ്ച. ഈ 6 ദിവസവും ദൈവനാമം കേൾക്കാനോ അതിലിടപെടാനോ ആർക്കും സാധിക്കുന്നതല്ല, എല്ലാവർക്കും ഒന്നും സാധിക്കുന്നില്ല. അന്നന്ന് ഭക്ഷിക്കേണ്ട ആഹാരം കഴിക്കണം, കിച്ചത്തിൽ പോകണം ഒക്കെയാണ്. അതിനാണ് ഈ ഞായറാഴ്ച ദൈവത്താൽ കൽപ്പിച്ചിരിക്കുന്നത്. ഈ 6 ദിവസത്തിൽ തെറ്റും കുറ്റങ്ങളൊക്കെ അനുഭവം വന്നിരിക്കുന്നു. അതിനെല്ലാം പൊതുവായി നൽകി ശാന്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് 7ാമത്തെ ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുക്കണമെന്ന് കൽപ്പന. ആ കൽപ്പനയ്ക്കാണ് വരുന്നത്. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ വന്ന് ആരാധനയിൽ പങ്കെടുക്കണം. ആരാധനയിൽ പങ്കെടുത്താൽ പോലെ പ്രഭാഷണം നടത്തുന്ന അത് ഗ്രഹിക്കണം. കീർത്തനങ്ങൾ എഴുതിക്കൊണ്ടുപോയ അന്നുള്ള കീർത്തനങ്ങൾ അതേ ആഴ്ചയിലുള്ളത് പഠിച്ചുകൊണ്ട് വന്നിട്ടുള്ള 4 കീർത്തനങ്ങൾ പാടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അനവധി കാര്യങ്ങൾ കൊണ്ടുവച്ച് തരാൻ ആഴ്ചയിൽ സാധിക്കും. അത് കേൾക്കാൻ കാര്യം ചെയ്യും മനസ്സുമായിട്ട് വന്നതില്ലേ കേട്ടോ. മനുഷ്യ മനസ്സിന് മനസ്സുണ്ട്, എല്ലാം കേൾക്കാൻ, എല്ലാം അറിയാനും പറയാനും. അങ്ങനെയുള്ള മനസ്സ് ഉന്നാട്ടിനെയും കുശുമേനും പോകരുത്. ഈശ്വരദേവയ്ക്കാണ് ഇറങ്ങിത്തിരിക്കണം. ഏതൊരു സമയത്തും ഗുരുവായി പോയെങ്കിലേ ഭഗവാനെ കാണാൻ ഒക്കത്തുള്ളൂ. അല്ലേ അയ്യപ്പനെ കാണാൻ ശബരിമല പോയെങ്കിൽ എന്ത് വിചാരിക്കരുത്, അവിടെയൊക്കെ ഇരിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു മനസ്സുണ്ട്. ആ മനസ്സിലാണ് ഈ പറഞ്ഞ ദീപങ്ങളെല്ലാം സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം നമ്മളിലുണ്ടാകണം. അതിനാണ് ഈ ആത്മബോധത്തിൽ വരണം, ഈ പഠിക്കണം, കേൾക്കണം എന്ന് പറഞ്ഞത്. ഇതിലേക്ക് നമ്മൾ ലയിപ്പിക്കലൊക്കത്തുള്ളൂ. കാരണം ഈ പ്രസംഗമോ കീർത്തനം മറ്റാരും പാടാൻ ലോകത്തിലില്ല. അല്ലാതെ ഇതിൻ്റെ പാടാൻ ഏതെല്ലാം രാജ്യത്ത് പോയിരുന്നാലും 162 രാജ്യത്ത് പോയിരുന്നാലും ഒരു പുതിയ നാമസഞ്ചരിക്കുന്ന കേൾക്കാൻ ചുമ്മാലാതെ വന്നതിലൊക്കെ പുരാണത്തിനകത്തോടെ ദൈവത്തെ കാണത്തില്ല. ഹൃദയത്തിൽ കൂടി മാത്രമേ മനുഷ്യൻ ദൈവത്തെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹൃദയവാസിയാണ് ഈശ്വരൻ. മനുഷ്യൻ്റെ കർമ്മ ശരീരമാണ് ഭഗവാന്റെ യഥാർത്ഥത്തിൽ ക്ഷേത്രം. അതിനുള്ളിലാണ് ജീവാത്മാ പരമ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നാം എല്ലാം അറിയുന്നത്. ഗുരുവായി പോകണം, അല്ലെ മറ്റൊരു സ്ഥലത്ത് പോകണം മുമ്പേ ആരാണ് നിശ്ചയിക്കുന്നത്? അവനവൻ്റെ മനസ്സിലിരിക്കുന്ന ആത്മാവിലേക്ക് ചിന്ത വരുന്നത് ആണോ? എന്നതല്ലേ അറിഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാം അറിയുന്ന സ്ഥലം എവിടെയാണ്? എല്ലാ മറ്റേ ആത്മാക്കളുടെയും ജീവിതഭേദമില്ലാതെ അവരുടെ ഹൃദയത്തിലല്ലേ. ആലോചിക്കാനും പറയാനും കണ്ടെത്താനുള്ള ആഗ്രഹം മോശമുള്ളത് അവിടെ അല്ലേ. അപ്പം പരിശോധിച്ചാൽ പ്രവർത്തിച്ചാൽ ഫലം ഉണ്ടാകണം. അവിടെ ഫലത്തിലേക്ക് അവിടെ വൈകി പോകുന്നത്. ദൈവം നമുക്കെല്ലാവർക്കും സ്നേഹമാണ്. ദൈവത്തിന് ആരോടും വിരോധമില്ല, വെറുപ്പില്ല, അഹിതമില്ല. ദൈവം ഏകത്വമാണ്, ബോധസ്വരൂപനാണ്. അറിവുകളെ തിരുത്തി നമ്മുടെ ബോധവാന്മാരാക്കി തീർക്കുന്നത് ഗുരുവാണ്, സദ്ഗുരുവാണ്. അതിനാണ് പറയുന്നത് പരത്തിൽ പരമാത്മാവിൽ പരമഗുരുവാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഗുരു താരം ഒന്നാണ്, രണ്ടില്ല. ഗുരു താരം ഒന്നാണ്, ഇഹത്തിൽ പരമാത്മാവ്, പരത്തിൽ പരമഗുരു. അപ്പൊ ഗുരു താരം ഒന്ന് തന്നെ, താൻ തന്നെ ഗുരു, താൻ തന്നെ ഈശ്വരൻ. നമ്മൾ സ്ഥിതി ചെയ്യുന്നതായി ഈശ്വരൻ വിശ്വസിക്കുന്ന ആത്മാവ്, ജീവാത്മാവ്. അത് പരമാത്മാവ് ഗുരു കൊള്ളുന്നു. അമ്പലത്തിൽ പെരുത്തു വയ്ക്കുന്നത് പോലെ തന്നെ അവിടെ വിഗ്രഹവും ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് ജീവാത്മാവ് പരമാത്മാവിനെ നമ്മുടെ അന്തരാത്മാവായിരിക്കുന്ന ആ ആത്മാവ് ഹൃദയത്തിലേക്ക് പ്രവേശനപ്പെടുത്തി ചെയ്തിരിക്കുന്നു. എന്നിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശരീരം തൻ്റെ ക്ഷേത്രമാണ്.
ഗാത്രമാകുന്ന ക്ഷേത്രത്തിനുള്ളിലാണ് ഭഗവാന്റെ വാഴ്ച. ഗാത്രമാകുന്ന ക്ഷേത്രത്തിനുള്ളിലാണ് ഭഗവാൻ വാഴ്ച എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവിലാണ് വാഴ്ച നടക്കം. അത് പത്ത് മലയാളമല്ലേ പറയുന്നത്. അത് ഇത് അറിയരുത് ആർക്കെങ്കിലും. അയാൾക്കൊക്കെ അറിയില്ലല്ലോ. ആ നിലയിൽ നാം മുമ്പോട്ട് ജീവിക്കണം. അതുകൊണ്ട് ഇരിക്കുന്നതെല്ലാം തന്നെ അടുത്ത ശ്രുതിക്ക് മാറ്റിവെക്കരുത്. അതേ ശ്രുതിയിൽ പങ്കെടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ ആ സങ്കല്പിച്ചോണം. പകരം ഈ ശ്രുതിയുടെ കാര്യം നേടി കെട്ടണം, ഇന്നത് കെട്ടണം, അല്ല ഇന്നതാകണം. ആ സങ്കല്പത്തോടുകൂടി എത്ര സുഖം എടുക്കുന്നു ആ സങ്കല്പം എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് അനുഭവപ്പെടും. അല്ല ഒരു ശ്രുതി വന്ന് അത് കഴിച്ച് കുറച്ച് ഞാൻ അടുത്ത് കുത്തിക്കണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞത് ഇപ്പോൾ വെള്ളത്തിലൊരു തോണിക്ക് നിയന്ത്രിക്കാൻ ആളില്ല പലതും ചേർത്ത് എന്ന് പറയുന്ന പോലെ ആയിപ്പോകും. അതുകൊണ്ട് എല്ലാ തൊഴിലും പങ്കെടുക്കണം. എല്ലാ മനസ്സും ഒന്നായിരിക്കണം. ഞാനെന്നോ നീയെന്നോ ആണെന്നോ ഇവിടെ ഭേദം വരാൻ പാടില്ല. ഒരേ മനസ്സുള്ള എൻ്റെ ഗുരുവെന്നുള്ള എൻ്റെ ഭഗവാനെ ഗുരുവിൽ ഒറ്റ ചിന്ത. നമ്മൾക്ക് ഓരോരുത്തരും അഭിലാഷം നിറവേറ്റണം. ഈ തുണിയിൽ കൂടി ഭഗവാൻ എനിക്ക് നിറവേറ്റാണ്. ആ ഈ തുണി നിറവേറ്റുന്നവരെ ഞാൻ ഒരു പുസ്തകത്തിലും മുടങ്ങത്തില്ല. അങ്ങനെ ഭഗവാൻ ഭക്തർക്ക് വാശി കെട്ടണം. തീർച്ചയായിട്ടും എൻ്റെ അനുഭവം കൂടിയായി പറയുന്നു. അനുഭവമുള്ളവർക്കൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പകർത്തി കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. ഞങ്ങൾ തന്നെ അതിന് പ്രസംഗം പറയും. എല്ലാ ദിവസവും പങ്കെടുക്കണം. നീ എന്ത് ചിന്തിക്കുന്നു അതിനെ ആശ്രയിച്ചിരിക്കണോ? അന്ന് ആ ശബ്ദം കേട്ട ആൾ പറഞ്ഞ ഞാൻ അങ്ങനായിരുന്നു. ഭഗവാനെ എനിക്ക് ഈ ലോകത്തൊന്നും വേണ്ട, അങ്ങനെ നേരി കാണണം, കൺബോധ്യപ്പെടണം. ഇതായിരുന്നു എൻ്റെ ചിന്താഗതി. വേറെ ഒന്നിനും പോയില്ല മനസ്സിൽ. ആ ഒരൊറ്റ ചിന്താഗതിയിലാണ് ഒരു ഗ്രാമത്തെ തുതിക്ക് പോകാൻ പിന്നെ നടന്നത് മാറ്റിക്കൊണ്ടിരുന്ന പതി പുതിയതായത്. കാരണം നേരിട്ടുള്ള അനുഭവം ഏറ്റുവെച്ചൊന്നും അല്ലല്ലോ. അവൻ രാജ്യവും നെറ്റുമായിരിക്കുന്നത് രാഷ്ട്രസുഖത്തിന് വേണ്ടിയാണ്. തീരാ ദുഃഖങ്ങൾ, തീരാപ്രയാസങ്ങൾ, മായാവന്തകൾ, അനർത്ഥ ദോഷങ്ങൾ ഒക്കെ ബാധ്യത മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കാറുണ്ട്. അത് മറ്റൊരുത്തരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരമാണെന്ന് പറയും. ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാധിച്ചു കൊടുക്കണമെന്നാണ് അവൻ്റെ ചിന്ത. മല്ലാതുണ്ടോ? ഈ ബാധ്യതകളെല്ലാം ഭഗവാനോട് പറയാമെങ്കിൽ അന്നത്തെ ഒരു പരിഹാരമാർക്ക് അവിടെ കിട്ടും. അതിനാ പറയുന്നത് ഏകത്വമാണ് ബോധം ഏകി വഹിപ്പിക്കണം. തന്നിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ് ആത്മബോധം. അതിനെ ഏകി വഹിപ്പിച്ച് തന്നെ തൃപ്തിപ്പെടുത്തണം. ആ ഇതം കൊണ്ട് നമ്മൾ തന്നെ നമ്മൾ വേറൊരാളും എടുക്കാൻ പോകണ്ടാവും എന്ന് പറഞ്ഞാൽ തൻ്റെ അറിവും ജ്ഞാനം കൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്നർത്ഥം. അതും താൻ പകർത്തുന്നില്ല. പിന്നെ നമ്മൾ ഭഗവാനെ കാണാൻ ഏത് വഴി പോകണം പ്രത്യേകം നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യങ്ങളുമില്ല. നാമായി നമ്മിലായി സ്ഥിതി ചെയ്യുന്നു. ആ ഈശ്വരന് ഭേദമില്ല. ആ ഈ പകരം മരണം മറ്റുമില്ല. ഇതിന് മരണം പറ്റില്ല. എന്താ കാരണം? ഭൗതിക ശരീരം ഭഗവാൻ ഇല്ലല്ലോ, ശക്തിക്കില്ല. ഭൗതിക ശരീരമില്ലാത്ത ശക്തി എങ്ങനെ മരിക്കും? അപ്പോൾ ആത്മാവ് മരിക്കുന്നില്ല. ദേഹം മരിഞ്ഞാലും ആ ദേഹത്തിൽ ഭഗവാന്റെ ജീവിയാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു കണ്ണെടുക്കുന്നുണ്ട്, അതിനെ പറയുന്നു ആണല്ലോ. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കരണ്ട, വൈദ്യുതി ഉണ്ടാക്കുന്നതും കരണ്ട. അവർ തങ്ങളുടെ ദേഹത്തുണ്ട്. അത് വേറെ തന്നെ അടക്കുന്നില്ല. അവരെ ഒന്നിപ്പിച്ചാൽ വേറെ തന്നെ അടക്കത്തില്ല. തങ്ങളിൽ പണക്കമില്ല, ചണ്ടയില്ല, വഴക്കില്ല. ഞാനാണ് ആ വരുന്നത്, നീ ദൂരെ നിന്ന് കിട്ടിയ ഞാൻ വെള്ളത്തിൽ നിൽക്കാന്ന് പറഞ്ഞു അഹങ്കരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യനുസരിച്ച് പരസ്പരം ഭിന്നിക്കുന്നത്. ഞാനെന്ന് നീയെന്ന് പറഞ്ഞല്ലോ ഭേദം കാണിക്കേണ്ട ഒരു കാര്യമില്ല. ദൈവത്വമൊന്നു മാത്രം ജപത്തും ശാന്തി മാർഗം. ദൈവത്വമൊന്നു മാത്രം ജപത്തും ശാന്തി മാർഗം. ദൈവത്വമൊന്നു
ലോക സൃഷ്ടിക്ക് മുമ്പായിട്ട് നിലവിൽ നിന്നിരുന്നു. ആ സമയം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രളയം കൊണ്ട് മൂടിക്കിടന്നു. പ്രളയത്തിൽ പുകയെ കൂടി തീവാസ കൊണ്ട് മൂടിക്കിടന്ന ആ സ്ഥലത്ത് ഏകനായി ഒരേ ഒരു ശൈത്യ ശക്തി അതിനായി മുമ്പ് നിലനിന്നിരുന്നു. അതിനാലാണ് ആ ശക്തി രൂപാന്തരം ധരിച്ച് ജലത്തിന് മുകളിൽ നിലനിൽക്കുന്നുകൊണ്ട് അനുരൂപം ധരിച്ചു. ആറ് മുതൽ അന്ത്യം വരെ വരാനുള്ള ചിന്തനം പറ്റി അതിനുണ്ടായി. അങ്ങനെയാണ് തന്റെ ചിന്തയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഈ കണ്ട പ്രകൃതിയും കാണുന്നത്. അല്ലാതെ ഇവിടെ ഇരിക്കുന്നവരോ ഈ ഭൂമിയിലുള്ളവരോ ആരും കണ്ടുപിടിച്ച് വിശ്വസിച്ചോ ഒന്നും ചിന്തിച്ചിട്ടില്ല. അവരൊക്കെ പറ്റിക്കാനും മുതലെടുക്കാനും വേണ്ടി മരം ഉണ്ടാക്കിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ഭഗവാന്റെ സൃഷ്ടിക്ക് ഒരിക്കലും മാറ്റമില്ല. കാരണം തന്റെ ആവശ്യമാണ് തന്റെ സൃഷ്ടി. ആ സൃഷ്ടിയെ സംരക്ഷിക്കാനുള്ളതാണ് താൻ മനുഷ്യന്മാർ മധ്യവേഷം ധരിച്ചു വന്ന അവതാരമായി വരുന്ന സമയത്ത് തന്റെ സൃഷ്ടിയെ സംരക്ഷിക്കാനുള്ള ഒരു എട്ട് ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. അല്ലാതെ ആരെ ഉപയോഗിക്കണമെന്നോ മന്ത്രവാദം കഴിക്കണമെന്നോ തന്ത്രപ്പെണ്ണി കുരുക്കി വലിക്കൊണ്ട് നടക്കണമെന്നൊന്നും താൻ നിരീക്ഷിച്ചിട്ടുമില്ല. ആ ചിന്ത ഏതൊരു മനസ്സിൽ വന്നാൽ ആ മനസ്സിൽ ഭഗവാനോട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മനുഷ്യൻ പിശാചായി മാറുന്നത്. കാരണം ദൈവത്തെ ഇല്ലാതെ വന്നാൽ അങ്ങനെയാണ്. പിന്നെ മറ്റുള്ളവർ തന്നെ ദ്രോഹിക്കണം, ഉപദ്രവിക്കണം, അങ്ങനെ ചെയ്യണം, അതപ്പറിപ്പിക്കണം, അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക്. അങ്ങനെ ചിന്തകൾ കയറി കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തി ശരിയല്ലെന്ന് ഭഗവാൻ അറിയാം. അവിടോട്ട് ദർശിച്ചിട്ടില്ല. അപ്പൊ അതപ്പതിനാണ് ബന്ധപ്പെട്ട പിന്നെ വന്ന് സംഭവിക്കുന്ന കാര്യം പറയേണ്ട കാര്യമില്ല. മനുഷ്യന് സന്തോഷം കാണുമ്പോൾ സന്തോഷം ഉണ്ടാകണം. അപ്പൊ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവന്റെ മുഖത്ത് പ്രവർത്തന ഒരു പ്രധാനമാണ് കാണുന്നത്. അതെന്താണ്? ദൈവപ്രസാദമാണത്. ഈ ആത്മജ്ഞാനം പകൽ പോലെ പ്രകാശിക്കുന്ന ഒന്നാണ്. അത് തൽഗുണന്മാർ ഉദിക്കുന്നത് ജ്ഞാനം, ആത്മജ്ഞാനം സത്യത്തെ ഉള്ളതിലേക്ക് ഒപ്പിക്കുന്നു. അങ്ങനെയുള്ളവരാണ് സന്യാസപ്രദമായി മാറുന്നതും ഭക്തിയുള്ളവരായി മാറുന്നതും. അപ്പോഴാണ് ഭക്തവത്സനും ആ ഭഗവാനും ഒന്നായി ചേർന്ന് പച്ചമുതവാന ദേഹ ശരീരം വാഴുന്ന കാലത്ത് പരസ്പര സ്നേഹ ബന്ധത്തെ എത്തുമ്പോഴാണ് സന്തോഷമല്ലാതെ മറ്റൊന്നില്ല, കാണാൻ ആനന്ദമല്ലാതെ വേറൊന്നില്ല, സന്തോഷമല്ലാതെ മറ്റൊന്നില്ല, ആനന്ദമല്ലാതെ മറ്റൊന്നില്ല. ആനന്ദമാത്മാവിൽ കണ്ടുപോയ തീർച്ചയായിട്ടും ഭഗവാനെ ജയിക്കൊള്ളും. അവന്റെ സങ്കടവും അഭിലാഷമാണ് അവൻ പാട്ടിൽ കൂടിയാണെങ്കിൽ പറഞ്ഞത്.
സംസാരത്തിൽ കൂടിയാണ് പറഞ്ഞതെന്ന് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കും. അത് ഭഗവാൻ ശിരസ വഹിച്ചുകൊണ്ട് നല്ലൊരു വാരവും നൽകും യോടുള്ളൊരു സ്നേഹമാണേ. അവൻ കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഇത്ര സ്നേഹപരിതനായിരിക്കുന്ന ഒരു ഭഗവാനെ നാമം പറയുമ്പോൾ എത്രയോ പേര് ഏതെല്ലാം തരത്തിലാണ് ഘോഷിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നല്ലത് പറയുന്നുണ്ട്, അല്ലാത്തവരുണ്ട്. കാരണം ഭഗവാൻ ആരുടെയും വിരുദ്ധമില്ല. ജ്ഞാനിയാണ് ഭഗവാൻ. അവന് ജോലിയാണ് ജ്ഞാനം. ആ ജ്ഞാനിയാണ് തന്റെ ഭാഷ, ജ്ഞാനിയാണ് തന്റെ തത്വം, ജ്ഞാനമാണ് തന്റെ ജീവൻ. അപ്പൊ ഈ ജ്ഞാനത്തിൽ കൂടി എല്ലാം തെളിവാക്കി തരുന്നതിനാണ് നാമസങ്കീർത്തനം കലിയുഗത്തിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. ഈ കേരളം പോയില്ലേ, വേറെ പോയി, ബാബ പോയില്ലേ, ഇത് കാലം കഴിയില്ലേ. ഈ കലിയുഗത്തിൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മറ്റേ വേഷം ധരിച്ച് വീണ്ടും വന്നിരിക്കുന്നു. അപ്പൊ ത്രേതായുഗത്തിൽ സൃഷ്ടിക്ക് മുമ്പുള്ള ഏക ശക്തി ഒരുവൻ, അത് തന്നെയാണ് ത്രേതയിലും ബാബുവിലും കലിയിലും വന്നിരിക്കുന്നത്. ശക്തിയായി മുഴുവനും പ്രവർത്തിച്ചാലും അറിയുന്നില്ല. അതിനാണ് താൻ മനുഷ്യഹൃദയത്തിലേക്ക് പ്രവേശനം ചെയ്തുകൊണ്ട് അവതാരമായി ആ ഭയം ധരിച്ച് യുഗം തോറും വന്ന് പ്രഖ്യാപിക്കുന്നത്. അതിനുവേണ്ടിയാണ് സൃഷ്ടിയിലേക്ക് ഏറ്റവും മൗത്തമേറിയ സൃഷ്ടിയാണ് മനുഷ്യനും. കാരണം ഒരു നാൾ തന്റെ ഭൂമിയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഉടയവന്റെ തിരുവിട്ടങ്ങൾ ചെയ്യുവാൻ മനുഷ്യരിൽ കൂടിയ സാധ്യതയുണ്ടെന്ന് ആദിനാഥനായിരിക്കുന്ന ഭഗവാൻ കണ്ടത്. അതുകൊണ്ടാണ് ഈ കാണുന്ന ലോകത്ത് സൃഷ്ടിക്കും അതീതമായ അത്ഭുതകരമായ ശക്തിയോടുകൂടി മനുഷ്യനെ പ്രവർത്തിക്കാനുള്ള ചെലവ് കൊടുത്ത് മനുഷ്യൻ ജന്മങ്ങൾ കൊടുത്തിരിക്കുന്നത്. തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തന്നെ ആരെന്നറിഞ്ഞ് ആരാധിക്കുവാനും തൻ്റെ തിരുവിഷ്ടം ചെയ്യുവാനും മനുഷ്യനോട് മാത്രമേ സാധിക്കുള്ളൂ. എല്ലാവരും താൻ സ്ഥിതി ചെയ്യുന്നുണ്ട്, തന്റെ ചരാചരങ്ങളുണ്ട്. എന്നാലും വിനയ ബുദ്ധിഭേദം എന്ന് പറയുന്ന മനുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. ഭൂമിയിൽ താൻ വരുമ്പോൾ എന്റെ നീതം ചെയ്യണം, അതാണ് മനുഷ്യൻ. ആദ്യ മനു അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് മനുഷ്യൻ. ഈ പരിണാമം പറയുന്നതല്ലേ, മാനവന്മാരിൽ നിന്നുണ്ടായതൊന്നുമല്ല മനുഷ്യന്മാർ. അതിന് ഓരോ ജന്മങ്ങളും ജന്മത്തായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഗുരു ഒന്നേ ഉള്ളൂ. അറിവിൽ പൂർണ്ണനാണ്, പരിപൂർണനാണ് ഗുരു. എല്ലാവർക്കും അറിവുണ്ട്, എന്നാലും ആ അറിവിൽ കഴിഞ്ഞ് അറിവിൽ പൂർണ്ണൻ പരിപൂർണൻ ഭക്തൻ പരിപൂർണനായി ഇത്തരത്തിൽ വന്നോ അവനാണ് അവതാരം. നാം ആ ചിന്താഗതി ജയിക്കുകയാണെങ്കിൽ ദൈവതുല്യമായി നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. കാരണം മറ്റൊരു ചിന്ത നമ്മൾ കടന്നു കൊടുക്കില്ല. താനും തന്റെ ഭൂതഗണങ്ങളുമായി വാഴുന്നു എന്നതുപോലെ താനും തന്റെ ശിക്ഷണങ്ങളുമായി ഇവിടെ വാഴുന്നു, അല്ലെങ്കിൽ താനും തന്റെ ക്ഷേമങ്ങളുമായി വാഴുന്നു, അല്ലെങ്കിൽ താനും കലാചാരങ്ങൾ ഒത്തുവരുത്തി വാഴുന്നു. പക്ഷേ ഇതിനെല്ലാം തിരിച്ചറിഞ്ഞ് ഫലം കൊടുക്കുവാനും ഫലം വാങ്ങിക്കുവാനും മനുഷ്യന് മാത്രമേ സാധിക്കുന്നുള്ളൂ. പുരാണത്തിൽ എത്ര ഉദാഹരണം പറയുന്നുണ്ട്, ചിന്തിച്ചാലും അത് ചിന്തിച്ചാലും നോക്കിയിരുന്നാലും അനുഭവപ്പെടുന്നതല്ല. എന്നാൽ ആത്മബോധം അങ്ങനെയല്ല. ആത്മബോധത്തെ അത്യന്ത വേദാന്ത ഇത്തരം മറ്റൊരു വേദം കഴിഞ്ഞിട്ട് ആരും ഗ്രഹിച്ചിരുന്നാൽ മാഞ്ഞു പോകുന്നതല്ല. ആ ഹൃദയത്തിൽ അത് നിലനിന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിനെ അനിത്യമായ കർമ്മം ചെയ്തും ചിന്ത കൊണ്ടും അതിനെ തുടർച്ച മാറ്റി കളയാതിരിക്കുന്ന ഒരു ഭാഗ്യമാണ് ഒരു ഭാഗ്യതകളുണ്ട് ഈ കലിയുഗത്തിൽ. ദൈവം നമുക്കെല്ലാം ഒന്നു തന്നെ, അതിൽ ഭേദമില്ലെന്നറിഞ്ഞു കൊള്ളുക. ദൈവം
അല്ലാതെ മറ്റാരും നമുക്കില്ല. ആ ഉപദേശം നമുക്ക് നൽകുന്ന ബ്രഹ്മശ്രീ ശിവാനന്ദഗുരു വെറും ഒരു മനുഷ്യനായി കാര്യം കരുതരുത്, വെറും ആളാണെന്നാണ് കരുതരുത്. അവനെ എത്രമാത്രം ഭക്തി കൊണ്ട് നമുക്ക് സ്വാധീനമാക്കണം, അത്രമാത്രം ഭക്തി കൊണ്ട് അവനെ സ്വാധീനമാക്കാനും പറഞ്ഞു. അല്ല ബന്ധുത്വമൊന്നും പറഞ്ഞിരുന്ന ഒരു അവതാരപുരുഷന്മാരും അങ്ങോട്ട് ചേർത്തില്ല. ഇറയനും ബാബുലിനും ആ അവതാരപുരുഷന്മാർ ബന്ധുക്കളുണ്ട്. അവരുടെ വീട്ടിലുള്ള അവരുടെ ബന്ധുക്കളിലോട്ട് വന്ന് കയറുമോ? ഇല്ല. കാരണം ശക്തിക്ക് ഭേദമില്ലല്ലോ. രൂപം ധരിച്ചതല്ലേ മനുഷ്യന്റെ ആത്മശക്തിയുടെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ആ ദൈവത്തിൽ നമ്മൾ കളിയാറുന്നു. അതാണ് ശുഭം ആനന്ദം. ശുഭാനന്ദം നാമധേയം വരാൻ കാരണം അതാണ്. ലോകർക്ക് ശാന്തിയും സമാധാനവും ഭേദം കൂടാതെ അനുഭവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഗുരുദാതൻ. അത് മതമില്ല, ജാതിയില്ല, മനുഷ്യനെല്ലാം ഒന്നാനുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു. ആ ഒരു അനുഗ്രഹം വാങ്ങാനാണ് ഈ സ്ഥാപനങ്ങളിൽ ആഴ്ചകളോടുള്ള പ്രാർത്ഥനയും വിശേഷ കർമ്മങ്ങളും താരാസൂര്യനും ശക്തിസൂര്യയും ഇതെല്ലാം ഇവിടെ നടക്കുന്ന സംവിധാനമാണ്. ഇവിടെ സ്തുതിക്ക് രണ്ട് ഭാഗങ്ങളുണ്ടാവും. സാധാരണ സ്തുതി നടന്നുകൊണ്ടിരിക്കുന്നു, ശക്തിസ്തുതിയുണ്ട്, അതിന് പരിധിയുണ്ട്. അങ്ങനെയുള്ളവരെ മാത്രമേ അത് നൽകുള്ളൂ. ഇതെല്ലാം ഇവിടെ തെളിവായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ മാത്രമേ വരവുള്ളൂ എന്ന് പറയുന്നത്. അല്ലാതെ എന്ന് പറയട്ടെ, ഇതിൻ്റെ ഒരു അരിശ്രീ ആരും പറയുന്നില്ല. ഈ കലിയുദ്ധൻ്റെ 1500 സ്ഥാപനമുണ്ട് നമുക്ക്. അവിടെ ഇന്ന് ഈ ഒരു കാര്യം പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ മഠാരി മാത്രമേ പറയുന്നത്. എൻ്റെ വൈഭവമല്ല, എൻ്റെ ഗുരു വൈഭവം ആക്കി തന്നതാണ്.
അപ്പൊ ഈ പറയാമല്ലോ. ആര് ചോദിച്ചാൽ എന്റെ വകയല്ല, ഞാൻ എന്റെ വീടിന്റെ കാര്യമാണ് പറയുന്നത്. ആനന്ദം കൊണ്ടുള്ള സന്തോഷം അതിലാനന്ദിച്ചിടാത്തോരാരുമില്ല. ആനന്ദം കൊണ്ടുള്ള സന്തോഷം അതിലാനന്ദിച്ചിടാത്തോരാരുമില്ല. ആയിരമല്ല 10,000 നാവും ഒന്നിച്ചു പാടി ഭജിച്ചിടുന്നു.
ദൃഷ്ടിയൊന്നും കണ്ടാൽ ബാക്കിയുടെ പറയാമോ? പറയാം. പങ്കജവനായിരിക്കുന്ന ഭഗവാന്റെ ആ ദൃഷ്ടിയൊന്നും കണ്ടാൽ കണ്ടാൽ എന്തൊരു ശോഭയാ എന്റെ ഭഗവാനെ, ഈരേ ലോകവും നിന്റെ കൺമുന്നിട്ടാണ് വിളങ്ങുന്നല്ലോ. അങ്ങനാണോ? അതെ, ആ ദൃഷ്ടിയുടെ മഹത്വം കണ്ടോ? ആ ദൃഷ്ടി കണ്ടപ്പോൾ ഈരേ ഭഗവാൻ ലോകവും ആ ദൃഷ്ടിക്കുള്ളിൽ കിടന്ന്, ദൃഷ്ടിയുടെ ഉള്ളിൽ കിടന്ന് കളി കാണുന്നു. ഇത് കമനീയ വാഴ്ച തന്നെയാണ്. ഒരു മാതൃനും ഒരു രാഷ്ട്രീയക്കാർക്ക് സാധിക്കാൻ പറ്റത്തില്ല. ഒരുവന് മാത്രമേ സാധിക്കത്തുള്ളൂ. സാക്ഷാൽ സൃഷ്ടിക്കുമ്പോഴുള്ള ജഗദീശമാണ്. അവന്റെ മഹത്വം ഭാഗ്യം സ്വസ്ഥത നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആഴ്ചതോറും ആരാധന പങ്കെടുക്കണം, ഈശ്വര ആരാധന പങ്കെടുക്കണം, ജാതിമത ഭേദമതില്ല എന്നെല്ലാം പറയാൻ കാരണം അതാണ്. ഈ മഹത്വം ഭാഗ്യം സ്വത്തിനാണ് മനുഷ്യൻ കിട്ടുന്നത്. അത് മറ്റൊന്നും കൈനീറ്റാ കിട്ടുന്നതല്ല. ഏഴകൾക്ക് ഉടമസ്ഥൻ വലിയവനാണ്, എളിയർക്ക് ഉടമസ്ഥൻ വലിയവനാണ്. വലിയവനാണ്, നാം എല്ലാം എളിയവരാണ്. ഈ ലോകത്തിൽ ഒരുവൻ മാത്രമേ ഒരു വലിയവൻ. അവനെ ആശ്രയിച്ചാണ് സകല തരാചരങ്ങളും മനുഷ്യൻ മാത്രമല്ല തരതരാങ്ങളും നിലനിൽക്കുന്നത്. ജലം വേണ്ടവർക്ക് ജലം കൊടുക്കുന്നു, ചൂട് കൊടുക്കേണ്ടവർക്ക് ചൂട് കൊടുക്കുന്നു, വായു കൊടുക്കുന്നു. മനുഷ്യന് ആവശ്യമാകുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യൻ ആവശ്യപ്പെടാതെ കൊണ്ട് എല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവത്തെ, ആ ശക്തിയെ നാം ഏത് പ്രകാരത്തിൽ വാഴ്ത്തിപ്പിടിക്കണം? എന്താ പറയുന്നത്? സാധ്യമല്ല, നാം സാധിക്കും. വാഴ്ത്തുവിൻ വാഴ്ത്തുവിൻ ദൈവശക്തിയെ, ദൈവശക്തി കൂടെ വാഴണമേ.
ഭക്തനാണ് ഭഗവാൻ. എന്താണ് ഈ ഭക്തവത്സരനാണ് ഭഗവാൻ എന്ന് പറയാൻ കാരണം? ഈ ഭക്തി ആര് കാണുമോ അവിടെ ഓടിയെത്തുന്നതാണ്. അത്ര അടുത്ത സ്നേഹബന്ധമാണ് ഭക്തവത്സരൻ. ഭക്തികൾ നിറഞ്ഞൊഴുകുന്ന ഏത് മനസ്സുണ്ടോ അവൻ ഓടി, അവൻ പ്രത്യേകിച്ച് വിളിക്കണ്ട. ഭഗവാൻ അത് നോക്കി നടക്കുക. ഈ മനുഷ്യങ്ങളിൽ എൻ്റെ ഉദ്ദേശത്തിൽ നേടിയെടുക്കാൻ എത്രയോ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെന്ന്. തൻ്റെ ആ സൃഷ്ടിയുണ്ടെന്ന് തിരിച്ചിരിക്കുമ്പോൾ ഇത്ര പേരുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഭഗവാനോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഭഗവാന്റെ നോട്ടത്തിൽ ഇതിനകത്ത് എത്ര ഭക്തന്മാരുണ്ടെന്ന്? ആർക്കും ചോദിക്കാനൊക്കത്തില്ല. ഭക്തന്മാരെല്ലാവരും കണ്ടിരിക്കുന്നതാണെങ്കിൽ ഭഗവാന്റെ ചോദ്യം വരുന്നില്ല, വരുമോ? ഇല്ല. അപ്പം താൻ തന്നെ നമ്മെ കണ്ടറിയുന്നു, രക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു മനുഷ്യന്മാരെ. ആ ശക്തി ഒന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ പ്രകൃതിഭൂഷനായിരിക്കുന്ന ഭഗവാൻ ഒന്ന് മാത്രം. ആ ചെയ്യുന്ന ശക്തിയെ നാം ആരാധിക്കണം. കണ്ടതെല്ലാം ദൈവം ആരാധിച്ച് നടന്നാൽ ആർക്കും ഒരു ഫലമുണ്ടാകുന്നില്ല. ഈശ്വരസേവ ചെയ്യുന്നതിന് ഭാഗവതമായിട്ട് ഒന്നും കേട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഭഗവാൻ ജലയിലും മുടിയിലും അല്ല സ്ഥിതി ചെയ്യുന്നത്. ശുദ്ധമായ മനസ്സിൻ്റെ ഹൃദയത്തിലാണ് വാഴുന്നത്. അപ്പോൾ നമ്മൾ ഭാഗവതമായിട്ട് നടക്കേണ്ട പല കാര്യമുണ്ട്. ഒരു കാര്യവും ഇല്ല. അതാണ് ഗുരുവിൻ്റെ കൽപ്പന. ഗുരുവിൻ്റെ കൽപ്പന നാം പാലിക്കണം. അത് അവിടെയാണ് ഭഗവാന്റെ വാഴ്ച. അങ്ങനെ സർവാനുഗ്രഹിക്കുന്ന ഭഗവാൻ സർവത്തിലും പാടുന്നതാണ്. ഒരു ഭേദം കൂടാതെ ഇവിടെ ചില കൽപ്പനകളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ ഭവനങ്ങളിലും നേഭവനങ്ങൾ, എല്ലാ ഭവനം നേഭവനമാകണം. താരോദേശം പഠിക്കണം. എല്ലാ ഭവനങ്ങളിലും കുടുംബപറ്റി വെക്കണം, കുടിയേരി വെക്കണം, ഉണ്ടാകണം എന്നെല്ലാം പറയണം. എന്തിനു വേണ്ടിയാണ്? സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടിനോ മഠാധിപതിമാർക്കോ സ്വാമിമാർക്കോ കഴിക്കാനോ അല്ല ആ കൽപ്പന. കൽപ്പിക്കും കൽപ്പന ഓരോന്നും നാം പാലിച്ച കൽപ്പാത്ത കാലം വരെ രണ്ടു നമ്മുടെ കൂടെ ഉണ്ടാകും. ഭഗവാന്റെ കൽപ്പന പാലിച്ചാൽ കൽപ്പാത്ത കാലം വരെ രണ്ടു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് ഈ വഴികൾ പറഞ്ഞത്. ഗുരു നാം പ്രവർത്തിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ ചിന്തിക്കണം, എൻ്റെ ഗുരു അങ്ങേ മുറിയിലുണ്ടല്ലോ. ഞാൻ കഴിക്കുന്ന ഭക്ഷണം മൈറ്റിൽ ഭഗവാൻ കഴിക്കത്തില്ല. അതിനാണ് കുടുംബത്തിൽ ഒരു ഗുണ്ടരി പാത്രം വെക്കണം എന്ന് പറയാം. മനുഷ്യ മനസ്സാണ് ഭഗവാൻ കൂടെ വസിക്കുന്നു. മനുഷ്യ മനസ്സാണ് ഭഗവാൻ കൂടെ വസിക്കുന്നു.
ഭഗവാനോടൊന്നും പറയേണ്ടതില്ല. എല്ലാം അറിയും ഭഗവാനോടൊന്നും പറയേണ്ടതില്ല. എല്ലാം അറിയും ഭഗവാനോടൊന്നും പറയേണ്ടതില്ല. കണ്ണാമയിലും ഇക്കടകത്തിലുള്ള വേണ്ടുന്ന അരികളെ പരിചയമുള്ള കർമ്മജീവി ഇന്നത്തെ ഈ ആരാധന ഇവർക്കും അനുഗ്രഹപ്രദമായി ഭവിച്ചിരുന്നതായ ആ സന്തോഷത്തോട് ഇന്നത്തെ ആരാധന താമസിക്കാൻ തന്മി ശരിയായിട്ടുള്ള അടുത്ത കേൾക്കും ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രകൃതി കൂടി ശാസ്ത്രമായി നൽകാൻ സുന്ദരമോളം തന്നെ പ്രകൃതിക്ക് നന്ദി പറയുന്നു. അവശക്തി മനുഷ്യരുടെ ഏത് കാര്യങ്ങൾക്ക് പ്രകൃതി നാം പറയുന്നത് പോലെ അനുസരിച്ച് നമ്മോട് കൂടി പ്രവർത്തിക്കുന്നത് ദൈവശക്തിയുടെ മഹത്വമാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവശക്തിയെ കൊണ്ടല്ലേ കഴിയുന്നത്. ഈ ശക്തിയെ കൃപാകത്തിൽ പോകാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടതിനകത്ത് ഓരോരുള്ള കുഞ്ഞുങ്ങൾ ജോലി കാര്യത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോകുന്ന വിജയിക്കാൻ അവരെ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വീണ്ടെടുത്ത് സന്തോഷപ്രദമായി ജീവിക്കുവാൻ സർവേശ്വരനെ അനുഗ്രഹിക്കുവാനാണ് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന തവർത്തിയ സർവേശ്വരനെ അനുഗ്രഹിക്കുവാനാകട്ടെ.